വല്ലാത്തൊരു ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 ബല്ലിടങ്ങേറ്, വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. വല്ലാത്തൊരു ബല്ലിടങ്ങേറ്. അല്ല ജാബിറെ, അബു ഇവിടെ? അബുക്കാക്ക് അവിടെ ഇവിടെ നിൽക്കാൻ സമയം? ഒപ്പര് സുഖിച്ച് നടക്കല്ലേ, രണ്ടല്ലേ? മൂപ്പര സുഖം അതൊക്കെ പറയാതിരിക്കുക നല്ലത്. വല്ലാത്തൊരു വല്യടങ്ങാറിലപ്പുള്ളത്. എടാ ചെങ്ങായിയെ, അനക്ക് ഈ വെറുതെക്കണ നേരം കൊണ്ട് ഇതൊക്കെ ഒന്ന് അടക്കി ഒതുക്കിയാണ്ട് വെച്ചൂടെ? ഇതാണ് പ്രശ്നം. ഇത് ശരിയാക്കാനുള്ള ആൾ ഇപ്പം വരും, നിങ്ങൾ കണ്ടോ? ഹലോ, ആ പാടന്തരത്തെ സ്ഥലം ഉണ്ടല്ലോ, ആളെത്തി. അവിടെ നിന്ന് മേലേക്ക് അങ്ങോട്ട് കയറിയാലേ ആ 26 ഏക്കറാ. ആ അതിൻ്റെ മേലെ അത് 33 CR ആണ് മൊത്തം പറഞ്ഞിട്ടുള്ളത്. അതെ, അതിൻ്റെ താഴത്തേക്ക്, ആ നേരെ 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 താഴത്തേക്ക്, ആ തോടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീളമുണ്ടല്ലോ, അവിടെ നിന്നൊരു ആ തോട് ഇങ്ങോട്ട് കടന്നിട്ട് ഇപ്പുറത്തേക്ക്. അങ്ങനെയല്ല, പാടന്തറ കഴിഞ്ഞ് നേരെ വലത്തോട്ട് പോണം. അവിടെ നിന്നല്ലേ? അവിടെ എന്താണ് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇതാണ് പോകുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞത് എന്നോട്. അങ്ങോട്ട് കയറുമ്പോൾ എന്നെ വിളിക്കണ്ടേ? പാടന്തറ ആന ഇറങ്ങുമെന്നുള്ള എനക്കറിയില്ലേ? എനിക്ക് ആനയെ പേടിയാണ്. അതാണ് പോകുമ്പോൾ എന്നോട് പറയണമെന്ന്. മൊത്തം 26 CR ഇങ്ങോട്ടൊക്കെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരം കിട്ടാണ്ട്. റൂട്ട് പറയണമെങ്കിൽ മേലേക്ക് നമ്മളെ 36 ഏക്കറില്ലേ, മേലേ ഭാഗം ആ മേലേ ഭാഗത്തുനിന്ന് ആ തോടിൻ്റെ താഴത്തേക്ക് കൂടെ അവിടെ അങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നമ്മളിപ്പോൾ അളന്നില്ലേ, ആ അളന്ന ആ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് കയറിനടുത്താണ് കാപ്പിത്തോട്ടത്തിൻ്റെ താഴത്ത്. അതെ, അവിടെ തന്നെ, അവിടെ ആ സർവ്വക്കല്ലില്ലേ, അവിടെ നിന്ന് താഴേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ വാഴ നിൽക്കുന്ന സ്ഥലമില്ലേ, അപ്പം അതെല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്ഥലം അവിടെ കാണും. അതിന് 36 CR കിട്ടും. അത് അവരോടിപ്പം പറയാൻ പാടില്ല. ആ 36 CRന് നമ്മൾ കച്ചവടം അടുപ്പിച്ചാൽ നമ്മൾ 2 ആളേ ഉള്ളൂ, നമുക്ക് 1.5 CR നമുക്ക് കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കച്ചവടം ആക്കാൻ നോക്കും. ആ മേലത്തെ ആ ഭാഗത്തേക്ക് 33 CR ആണ് പറയുന്നത്. ആ മേലത്തെ 26 ഏക്കറാ. അവിടെ നിന്ന് താഴത്തേക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ തോടാണ്. ആ തോടിൻ്റെ ഭാഗത്തുനിന്ന് 13 ഏക്കറാണ് പറയുന്നത്. അതിൻ്റെ ആ സൈഡിൽ കൂടെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ 26 ഏക്കർ. ഇതെല്ലാം കൂടി നടന്നാലേ നമുക്ക് കാര്യത്തിൽപ്പെടും. എന്നാ ആയിക്കോട്ടെ, ഇന്നിപ്പം ഞാൻ കാര്യമായിട്ട് പറയണമെന്നൊന്നും ഇല്ലല്ലോ. ഓക്കെ ജാഫറെ, എന്തോ 20 തരും. എനിക്ക് തോന്നി. അബൂക്കാരുടെ കണക്കിലെഴുതി വെക്കാൻ പറ. അതെ,
ഇതും കൂട്ടി 1200 സിയാറായി. എടാ സിയാർ ഒരുപാട് വരാണ്ട് തരും ഈ ജന്മത്തിൽ തരും തരും എന്തായാലും തരും. എന്നാ ശരി ശരി. മോളെ താഴെ വന്നേ. മക്കളെ ഉപ്പൊരു കാര്യം പറഞ്ഞ മക്കൾ ദേഷ്യവും. ഇല്ലപ്പാ. അതായത് ഇപ്പൊ നിങ്ങളെ ചെയ്ത റീൽസ് ഒക്കെ ഞാൻ കണ്ടു, ഇൻസ്റ്റയും ഞാൻ കണ്ടു. അപ്പൊ അതിലൊക്കെ ഉള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ ലൈക്കും ഷെയറും ഒക്കെ വന്നിട്ടുണ്ട് പെൺകുട്ടിയാക്ക്. പക്ഷെ ആൺകുട്ടിയാക്കില്ല. അതെന്താ കാരണം എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു കൊടുക്കില്ല. എന്നാ അങ്ങോട്ട് വാ പറഞ്ഞുതരാം. അതായത് പെൺകുട്ടികളുടെ പ്രകടനം എല്ലാ ആളുകൾ ആസ്വദിക്കുന്നത്. പിന്നെ നിങ്ങളെ സൗന്ദര്യം ആസ്വദിക്കാണ് ആളുകൾ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വലിയ വലിയ മുതിർന്ന പെൺകുട്ടികള് ഇത് ഇങ്ങനെ ഇറുകിയ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ആളുകൾക്ക് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കുട്ടികളെന്താ മനസ്സിലാക്കണ്ട അറിയോ? നിങ്ങളെ സൗന്ദര്യം എന്നൊക്കെ പറയണത് ഭാവിയിൽ നിങ്ങളെ കെട്ടിക്കുമ്പോൾ നിങ്ങളെ പുതിയ പിള്ളേർക്ക് കാണാനുള്ളതാ. അത് നാട്ടുകാർക്കൊന്നും കാണാനുള്ളതല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മക്കള് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഇൻസ്റ്റ ഒക്കെ ചെയ്യണം കേട്ടോ. ഇപ്പൊ പറഞ്ഞ ദേഷ്യമൊന്നുമില്ലല്ലോ. എന്നാ വാ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ പോട്ടെ. ബേബിക്ക് എന്നോടൊന്ന് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. ചോദിക്കാനുള്ളതേ ഇപ്പച്ചിക്ക് നസീമമ്മാനെയാണോ അതോ സുലേഖമ്മാനെയാണോ കൂടുതൽ ഇഷ്ടം? ഞാനും അത് ചോദിക്കാൻ നിക്കേനെ. സത്യം പറയണോ? അതൊന്നും പറയരുത്. ഞാൻ പറയാ അതിപ്പോ എന്താ ചെറിയ ഞാൻ പറയാ, വേറൊന്നുമല്ല. ശരി ഞാനെന്നാലേ ഇങ്ങോട്ട് കാര്യം ചോദിക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ സത്യം പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചതിന് കറക്റ്റ് മറുപടി ഞാൻ പറയാം. അതെനിക്കറിയാലോ. നിങ്ങൾക്ക് ഉപ്പച്ചിനെയാണോ ഉമ്മച്ചിനെയാണോ ഏറ്റവും ഇഷ്ടം? ഒരുപോലെ ഇഷ്ടമാണ്. രണ്ടാളെ ഒരേപോലെ ഇഷ്ടമാണല്ലോ. അപ്പൊ പിന്നെ എന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ നോക്കല്ലേ. നാളെ വെള്ളിയാഴ്ചല്ലേ, അപ്പൊ എന്താ നാളത്തെ പ്ലാൻ? നാളത്തെ പ്ലാൻ എങ്ങനെ? നാളെ രാവിലെ മുതൽ ഉച്ച വരെ ഇവിടെ, ഉച്ചയ്ക്ക് ശേഷം അവിടെ. എന്താ പോലെ? ഇന്ന് രാത്രി അവിടെ പോയിട്ട് നാളെ ഉച്ച വരെ അവിടെ. അത് വേണ്ട. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഞാൻ പള്ളിയിലാണല്ലോ. പിന്നെന്താ, എത്ര സമയം കിട്ടും അവിടെ? അല്ല, നിങ്ങള് പള്ളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോകും. അത് ശരിയാണ്, അത് ശരി. അല്ലോപ്പാ, നിങ്ങൾ ഇനി അങ്ങോട്ട് തന്നെ പോവോ?